ചെക്കൻ മൂവിക്ക് ശേഷം ആദ്യമായിട്ടൊരു മുഴുനീള സിനിമ തിയേറ്ററിൽ റിലീസിംഗ് ആയിട്ടുള്ളൊരു ചിത്രം. ഫസ്റ്റ് സിനിമ ഷാനി കാക്കൂറിൻ്റെ ഒപ്പം ചെയ്യുന്ന ഇരട്ട സംവിധായകരായ ഷാഫി എപ്പിക്കാട്. താങ്കളുടെ ഈ ഒരു ഫസ്റ്റ് സംരംഭം തിയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വികാരം എന്താണ്? സെക്കൻഡ് സിനിമയാണ് ശേഷമുള്ള കൂടൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുറച്ചും കൂടെ വലിയൊരു പ്ലാറ്റ്ഫോമിലുള്ള സിനിമയാണ് കൂടൽ. ചെക്കനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആയാലും ഒക്കെ എല്ലാം കൊണ്ടും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുന്ന സിനിമയാണ്. അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയതാണ്. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സന്തോഷം തന്നെയാണ്. ഇതിൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് മലമുകളിലും അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചിത്രീകരിക്കുന്ന അതിന് ചിത്രീകരണ സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നത്. അത് എങ്ങനെയായിരുന്നു ഈ ഒരു വെല്ലുവിളി? എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ചിത്രം ചിത്രീകരിച്ചത്? 40 ദിവസത്തോളം ഷൂട്ട് ചെയ്തു ടോട്ടലി. മെയിൻ പോർഷൻ എന്ന് പറയുന്നത് അട്ടപ്പാടി തന്നെയായിരുന്നു. അട്ടപ്പാടി സത്യത്തിൽ ഞങ്ങളൊരു ചെറിയൊരു റിസോർട്ട് എടുത്ത് അതിന് സെറ്റ് ഇട്ടതാണ്. അപ്പം മാസ്റ്റേഴ്സ് കരിവാരമുണ്ട് എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ, നമ്മുടെ കരിപ്പൊക്കെ ചെയ്ത ആർട്ട് ഡയറക്ടറാണ് അതിനെ ഒരു കൂടൽ, നിങ്ങളെ കാണുന്ന രീതിയിലുള്ള ഒരു കൂടലാക്കി മാറ്റിയത്. അപ്പം അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ മാസങ്ങളോളം പണിയെടുത്തിട്ടാണ് അങ്ങനെ ഒരു വൈബ് സെറ്റാക്കിയിട്ട് എടുത്തത്. അപ്പം പിന്നീട് ഷൂട്ടിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. ഈ ഒരു സിനിമ ചിത്രീകരിക്കുന്നതിന് മുമ്പ് നായകന് ആരായിരിക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു? തീർച്ചയായിട്ടും എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. അപ്പം ബിബിൻ ചേട്ടൻ കണ്ടിട്ട് തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 100% ആൾ ആപ്റ്റാണ് എന്നുള്ളത് ഇപ്പോൾ ഇന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ബാക്കിയുള്ള കാസ്റ്റിങ്, പ്രത്യേകിച്ച് റിയ പോലുള്ള കാസ്റ്റിങ്, അത് എത്രമാത്രം സിനിമയ്ക്ക് ഗുണകരമായിട്ടുണ്ടെന്നാണ് താങ്കളുടെ? സിനിമയ്ക്ക് ഗുണകരം എന്നുള്ളതിലുപരി എനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സിനിമയിൽ അത്യാവശ്യമായിരുന്നു. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്തിയതാണ് റിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അവള് നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നായകനൊപ്പം തന്നെ നിൽക്കുന്ന അത്രയും സ്ക്രീൻ സ്പേസ് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ അങ്ങനെ കിട്ടിയതാണ്. എന്തായാലും ആ തിരഞ്ഞെടുപ്പ് മോശമായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ കാസ്റ്റിങ്ങും വളരെ ഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും സംഗീതത്തിന് പ്രാധാന്യം, അതേപോലെ ആർട്ട് വർക്കായാലും ക്യാമറ വർക്കായാലും എല്ലാ വസ്ത്രാലങ്കാരമായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സംവിധാന മികവ് എടുത്ത് വരച്ചു കാണിക്കുന്ന മലയാള സിനിമയിൽ ഇനിയും നിലനിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് കാണിച്ച ഒരു ചിത്രം തന്നെയാണ് കൂടൽ. ഇനിയും ഒരുപാട് വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടൽ